നമസ്കാരം. ഗുരുപ്രിയ ചാനലിന്റെ വ്യക്തികൾ വ്യക്തിത്വം എന്ന പ്രോഗ്രാമിൽ ഇന്നത്തെ അതിഥി ഷൈനു മാം ആണ്. UK-യിലും കേരളത്തിലും ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മാമിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കോട്ടയം അയർക്കുന്നം ചാമക്കായ എന്ന വീട്ടിലാണ് മാം. അപ്പം മാമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. എങ്ങനെയായിരുന്നു മാം മാമിന്റെ UK ജേർണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? 2002 ഞാനൊരു നേഴ്സായിട്ടാണ് UK-യിൽ പോകുന്നത്. അവിടെ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ വേണ്ടി അവിടെ നമുക്കൊരു പിൻ നമ്പർ എന്ന് പറയുന്നൊരു ഘട്ടം കിടക്കുന്നുണ്ട്. നേഴ്സുമാർക്ക് എല്ലാവർക്കും അവിടെ രജിസ്റ്റർ ചെയ്യണം. അവിടുത്തെ അതിന് വേണ്ടിയുള്ള ആ പിൻ നമ്പറിന് വേണ്ടി ഏകദേശം ഒരു വർഷത്തോളം എനിക്കവിടെ വർക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പിൻ നമ്പർ കിട്ടിയതിന് ശേഷം ഞാൻ അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. നാട്ടിൽ എത്ര നാളായിരുന്നു വർക്ക് ചെയ്തിട്ടുള്ളത്? ആക്ച്വലി ഞാൻ ഡൽഹിയിലാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. അപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ നാടുമായിട്ട് മാറി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പം ഡൽഹിയിൽ നഴ്സിംഗ് പഠിച്ചതിന് ശേഷം ഞാൻ അവിടെ ഒരു വർഷം ഞാൻ ജോലി ചെയ്തു. ഡോക്ടർ രാമനോഹർ ലോഹിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വില്ലിംഗ്ടൺ ഹോസ്പിറ്റൽ, RML ഹോസ്പിറ്റൽ എന്നൊക്കെ അറിയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഒരു ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഒരു വർഷം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ സൗദിക്ക് പോയി. സൗദിയിൽ ഏകദേശം 2 വർഷത്തോളം വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ തിരിച്ച് വീണ്ടും നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷമാണ് 2002 ഞാൻ UK-ക്ക് പോകുന്നത്. അവിടെ അതിനുശേഷം ഞാൻ അവിടെ ഒരു നഴ്സിംഗ് ഹോമിൻ്റെ ഹോം മാനേജറായി. അതായത് നമ്മൾ ഹോം മാനേജർ അവിടുത്തെ നഴ്സിംഗ് മേട്രൻ്റെ ഒക്കെ പോസ്റ്റ് തരിക. അപ്പം അങ്ങനെ ഒരു പോസ്റ്റിൽ ഞാൻ അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് എൻ്റെ മനസ്സിലൊരു ഐഡിയ, എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ഈ പ്രസ്ഥാനം തുടങ്ങിക്കൂടാ എന്ന് തോന്നി 2018 ഞാൻ ആദ്യമായിട്ട് ബിസിനസ് രംഗത്തിലേക്ക് കിടക്കുന്നത്. UK. മാം ആരായിരുന്നു അത് ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി തന്നെയാണ്. അതെ, എൻ്റെ കുട്ടികൾ, പിന്നെ എൻ്റെ ചേച്ചി നല്ല സപ്പോർട്ടായിരുന്നു. കുട്ടികളൊക്കെ ആയ ശേഷമാണ്? അതെ, കുട്ടികളൊക്കെ നല്ല പ്രായമായതിനു ശേഷമാണ്. അവന് മൂത്ത മോന് 2018 എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവന് 30 വയസ്സാണ് മൂത്ത മോനുള്ളത്. അപ്പം 2018 എന്ന് പറയുമ്പോൾ അവന് ഒരുമാതിരി തിരിച്ചറിവായ നല്ല പ്രായമായിരുന്നു. അവനും ആ സമയത്ത് പഠിക്കുന്ന ജോലി കയറിയിരുന്നു. ആ സമയത്താണ്. എങ്ങനെയായിരുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു? സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ നമ്മൾ കാണാം. നമ്മളാരും ഞങ്ങൾക്കൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് പോയ ആൾക്കാരാണ്. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് കടന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾ ലോണൊക്കെ എടുത്ത് ഒക്കെയാണ് ഞങ്ങൾ ഇന്ത്യൻസ് ആണ്. അപ്പം അതെ, ഇന്ത്യൻസ് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ നേറ്റീവ്സുമായി നോക്കുമ്പോൾ, അവിടുത്തെ ഇംഗ്ലീഷുകാരുമായിട്ട് നോക്കുമ്പോൾ ഒരു ബിസിനസ് രംഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നത്, കെയർ ഹോം എന്നല്ല, ഏത് ബിസിനസ്സിലും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ കെയർ ഹോമിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഞാൻ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. എൻ്റെ എപ്പോഴും ഞാനിപ്പോഴും എൻ്റെ സ്റ്റാഫിനോടും പറയുന്ന ഒറ്റൊരു വാചകമാണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ യുവർ ലൈഫ്. അതാണ് ഞാൻ എപ്പോഴും മുന്നിൽ കാണുന്നത്. എന്ത് സ്ട്രഗിൾസ് ഉണ്ടായാലും അതിനെ ഫൈറ്റ് ചെയ്യുക, അതിനെ ഓവർകം ചെയ്യുക, ആ ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഏതിനെയും ഞാനൊരു പോസിറ്റീവ് സൈഡിലേക്ക് കാണുന്ന വ്യക്തിയാണ്. പിന്നീട് എങ്ങനെയാണ് ചാരിറ്റിയിലേക്ക്? ചാരിറ്റി ആക്ച്വലി ഞാൻ പല കാര്യങ്ങളും, നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ പല കാര്യങ്ങളും കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകൾ എത്രമാത്രമാണ് അന്നേരമാണ് നമ്മൾ അറിയുന്നത്. ശരിക്കും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പ്രയാസം വരുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ എനിക്കിത് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ, പക്ഷെ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ, അവരനുഭവിക്കുന്നത് കാണുമ്പോൾ, ഇത് നമ്മുടെ ഒന്നും അല്ലല്ലോ, അങ്ങനെ ഒരു ചിന്താഗതിയിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയമുണ്ട്, നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയമുണ്ട്. ആ ഒരു സമയമൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്ക് എന്നെക്കൊണ്ടാകുന്ന ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് ഞാൻ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ്റെ ഒരു ട്രസ്റ്റി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത് അവരോട്. അങ്ങനെ ആ ഒരു ട്രസ്റ്റിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് എങ്ങനെയാണ് നമുക്ക് ചാരിറ്റി ചെയ്യാവുന്നത് എന്നൊക്കെയുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടുന്നത്. ആ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ട് ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഇപ്പം 10 കോടിയോളം രൂപ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലുള്ള മൊത്തം ആൾക്കാർക്കുമായിട്ട്, അതായത് രോഗികൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ സാലറിയുടെ ഒരു വിഹിതം അല്ലെങ്കിൽ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം കൊടുക്കുക എന്നുള്ളൊരു ഐഡിയയിലേക്ക് വന്നു. അങ്ങനെ ഞാനിവിടെ നാട്ടിൽ വരുമ്പോഴും ആരും രോഗികൾക്കോ അല്ലെങ്കിൽ വീടില്ലാത്തവർക്കോ കുറച്ച് കുഞ്ഞു സഹായങ്ങൾ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാമിന് ഇപ്പൊ ചാറ്റ് ചെയ്യുന്നുണ്ടല്ലോ, മാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? ഇത് കാണുന്ന ഒരു സാധാരണക്കാരനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ മാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? സാധാരണ എന്നെ അറിയാവുന്ന എൻ്റെ നാട്ടുകാർ അറിയുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ നമ്പറുണ്ട്.
മിക്കവാറും എല്ലാവർക്കും എന്നെ അറിയാം, എല്ലാവർക്കും എൻ്റെ നമ്പറുണ്ട്. അപ്പോൾ അവർ സാധാരണ ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്ത് തന്നെ നമ്പർ എടുക്കാറുണ്ട്, നമ്പർ എടുത്ത് തന്നെ വിളിക്കാറുണ്ട്, ഡയറക്റ്റ് വിളിക്കാറുണ്ട്. ജെന്യൂൻ ആണെന്നത് ചെക്ക് ചെയ്തിട്ടാണോ? അതെ, അത് തീർച്ചയായിട്ടും. നമ്മൾ ചിലപ്പം ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് ഇറങ്ങിപ്പെടുമ്പോൾ ചിലപ്പം അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഓ എനിക്ക് പൈസ ഇല്ലാന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ സങ്കടം കേട്ട് ചിലപ്പം കൊടുക്കും. പക്ഷെ അത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പിന്നീട് അറിയും, അയ്യോ അത്ര ആവശ്യമില്ല വ്യക്തി ആയിരുന്നില്ല, അവരെക്കാളും ആവശ്യമുള്ളവരുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴെന്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലോക്കലിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതായത് പ്രായമായ ആൾക്കാർ തന്നെയാണ്, എൻ്റെ ഡാഡിയുടെ ഒക്കെ ആ സമയങ്ങളിലുണ്ടായിരുന്ന ആൾക്കാർ. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് കുന്നപ്പള്ളി സാറ്, ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം അപ്പച്ചൻ സാറിന് വിളിക്കും. സാർ ഇവിടുത്തെ എന്നെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരാളാണ് ബേബി മുരിങ്ങയുടെ. ഇപ്പം പുള്ളിയാണ് വെളിയിൽ നിൽക്കുന്നത്. അപ്പോൾ ആ പുള്ളിയോട് ഞാൻ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരൊക്കെ എനിക്ക് അഡ്വൈസ് തരാറുണ്ട്, ഇന്ന ആൾക്കാർ, ഫിൽസൺ മാത്യു സാറ്. അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ എനിക്ക് അഡ്വൈസ് തരാറുണ്ട്. അവരൊക്കെ എന്നോട് പറയാറുണ്ട്, ഇന്ന ആൾ ജെന്യുവനാണ്, അവർക്ക് കൊടുക്കണം, എന്തെങ്കിലും സഹായം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പം ഇപ്പം മിക്കവാറും ഒക്കെ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ടൊക്കെ തന്നെ. പിന്നെ എങ്ങനെയാണ് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡാഡി ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഡാഡിയുടെ ജീവിത സമയത്ത് യാതൊരു പോസ്റ്റും ആഗ്രഹിച്ച് പൊസിഷനിലേക്ക് നിന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ ഒരു സ്ട്രോങ് കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പെൺപിള്ളേരായിരുന്നു. ഒരാൾ മരിച്ചുപോയി, 3 പെൺപിള്ളേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞങ്ങൾ എല്ലാവരും ഈ ഒരു രീതിയില്ല കേട്ടോ. എനിക്ക് മാത്രമേ എൻ്റെ ഡാഡിയുടെ ആ ഒരു പ്രചോദനം വന്നതും, ഡാഡിയുടെ ഒറ്റ ഫ്രണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. അപ്പം ഉമ്മൻചാണ്ടി സാർ ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വരുമായിരുന്നു. എന്ത് പരിപാടികൾ നടത്തിയാലും എന്ത് കാര്യമുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി സാർ ഫാമിലി ഫ്രണ്ട്സ്. അപ്പം അങ്ങനെ ഡാഡിയുടെ ആ ഒരു തീക്ഷ്ണമായ കോൺഗ്രസ് ഒരു വികാരം കണ്ടുകൊണ്ടാണ് എനിക്ക് ആ ഒരു സ്നേഹം തോന്നിയതും. അങ്ങനെ ഞാനും കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകയായിട്ട് വന്നു. ഈ അടുത്ത ഇടയ്ക്കാണ് എനിക്ക് UK OICC എന്ന് പറയുന്ന ആ സംഘടനയുടെ ഒരു ലേഡീസിൻ്റെ കോർഡിനേറ്ററായി, പിന്നീട് യൂറോപ്പിൻ്റെ മൊത്തത്തിൻ്റെ ചാർജ് ലേഡീസിൻ്റെ എനിക്ക് കിട്ടി. അത് ഇപ്പോൾ ഈയിടെ എനിക്ക് വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് UK എനിക്ക് സ്ഥാനം തന്നു. ഇന്നാണ് OICCയുടെ ഗ്ലോബൽ ചെയർമാൻ എനിക്ക് ലെറ്റർ തന്നത്. കോട്ടയത്തിൻ്റെ ഇലക്ഷൻ്റെ കോട്ടയത്തിൻ്റെ ചാർജുള്ള ഒരു വൈസ് ചെയർമാനായിട്ട് എനിക്ക് ഇന്ന് പോസ്റ്റ് തന്നത്. ഇന്ന് രാവിലെയാണ് ആ ലെറ്റർ കിട്ടിയത് എനിക്ക്. അപ്പോൾ മാം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയസ് എന്തൊക്കെ, ആർക്കാണ് ജെന്യൂനിറ്റി ഒക്കെ മാം എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആർക്കും നമ്മൾ ചെയ്യും. പിന്നെ അതിനകത്ത് നമ്മൾ ജാതി, മതം, പൊളിറ്റിക്സ് അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കും. അവർക്ക് ജെന്യുവൻ ആണെങ്കിൽ നമ്മൾ കൊടുക്കും. ജെന്യുവൻ ആണോ എന്ന് നമ്മൾക്കറിയാവുന്ന സോഴ്സ് വെച്ച് നമ്മൾ അതിനകത്ത് എൻക്വയറി നടത്തും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ ഡാഡിയുടെ ഫ്രണ്ട്സ് കൂടിയുണ്ട്. നമ്മളല്ലോ ജെയിംസ് കുന്നപ്പള്ളി അപ്പച്ചൻ സാറ്, ബേബി മുരിങ്ങയുടെ ഫിൽസൺ സാറ്, അങ്ങനെ കുറേ പേരുണ്ട്. അവർ എനിക്ക് എൻ്റെ കുടുംബവുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് എനിക്ക് അവരുമായിട്ട് ചോദിക്കാൻ പറ്റും. അല്ല എങ്കിൽ യാതൊരു തരത്ത ഒരു മാനദണ്ഡങ്ങളും അതിനകത്തില്ല. ജെന്യുവൻ ആണോ അവർ ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മാമിനെ നേരിട്ട് അപ്രോച്ച് ചെയ്യാം. എങ്ങനെയാണ് ഇപ്പൊ ഇത് കാണുന്ന ഒരാൾക്ക്, ഇപ്പം എന്തെങ്കിലും സ്ട്രഗിളിൽ കൂടെ പോകുന്ന ഒരാൾക്ക്, ജെന്യുവൻ ആയിട്ട് ഒരാൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ എങ്ങനെ മാമിനെ അപ്രോച്ച് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരുമായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് അവർ ത്രൂ വരുന്നവരുമുണ്ട്. അപ്പോൾ എങ്ങനെ വേണം ചെയ്യാം. അവർക്ക് എന്നെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് എന്നെ ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ ജെന്യൂനിറ്റി ഞാൻ അന്വേഷിക്കും തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ നാട്ടിൽ മാം പൊളിറ്റിക്സ് ഇപ്പം ആക്റ്റീവ് ആണ് നല്ലപോലെ. ഇപ്പം എന്തൊക്കെ ഇപ്പം മാമിൻ്റെ ഒരു ഷെഡ്യൂൾ എങ്ങനെ ഡെയിലി? ഇപ്പം ഞാനിവിടെ ഈ പ്രാവശ്യം വന്നതിന് ശേഷമുള്ള ഇലക്ഷൻ്റെ അപ്പം അതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് മീറ്റിങ്സുകളുണ്ട്. പിന്നെ വീട് കയറിയുള്ള പ്രചരണത്തിന് പോകാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ പോകാറുണ്ട്. ശരി. പിന്നെ ഫ്ലക്സുകൾ അടിച്ച് OICC UKയുടെ കെയർഓഫിൽ ഏകദേശം ഒരു 20 ഫ്ലക്സ് ഞാനിപ്പം അടിച്ചു വെച്ചു. അത് രാത്രിയിലൊക്കെ കൊണ്ടുപോയി ഇവിടുത്തെ ആൾക്കാരുടെ, നല്ലവരായ ആൾക്കാരുടെ സഹായത്തോടു കൂടി ഫ്ലക്സ് പിടിപ്പിക്കാൻ പോകും. അതിനും പോകും. അതെ, അതിനും പോകും. അവിടെ പോയി അതെല്ലാം ഫ്ലക്സ് ഒക്കെ പിടിപ്പിക്കും. പിന്നെ മീറ്റിങ്ങുകളാണ് മെയിനായിട്ട്. മീറ്റിങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇലക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഒരു OICC എന്നുള്ള സംഘടനയുടെ ഒരു ഭാരവാഹി എന്നുള്ള രീതിയിലും അതിന് ചാർജുള്ള വ്യക്തി എന്നുള്ള രീതിയിലും എങ്ങനെ നമുക്ക് ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിന് നമുക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റും എന്നുള്ള ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കാറുണ്ട്.
തിരുവനന്തപുരത്ത് ഇന്നലെ KPCC OICC നേതാക്കന്മാരുടെ എല്ലാവരുടെയും കൂടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്ലോബൽ ചെയർമാന്, ഗ്ലോബൽ പ്രസിഡന്റ്, പിന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരുമായിട്ടുമുള്ള നല്ല ഒരു 2 മണിക്കൂർ നേരത്തോളമുള്ള ചർച്ചയുണ്ടായിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ വീട് കയറിയുള്ള പരിപാടി നമ്മുടെ ഏറ്റവും ലോവർ ലെവലിൽ നിന്ന് വേണമല്ലോ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ആൾക്കാരെ കാണുക, ആൾക്കാരുമായി സംസാരിക്കുക, പിന്നെ റോഡ് ഷോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവാം. വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് മാമിന്. അതായത് മാം ഒരുപാട് ചാലഞ്ചസ് ഏറ്റെടുക്കുന്ന ഒരാളാണ്. മാം ഇപ്പം 2 തവണ സ്കൈ ഡൈവിംഗ് ചെയ്തിട്ടുണ്ട്. പുതിയ 3ാമത്തെ തവണ ചെയ്യാൻ പോകുന്നു. എങ്ങനെയായിരുന്നു അത് ചെയ്യാനായിട്ട് ഈ ഒരു പ്രായത്തിലും മാം എങ്ങനെ അത് ഉള്ള ധൈര്യം? തീർച്ചയായിട്ടും അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൈ ഡൈവിംഗ് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ വേറെ ഒരു 10-15 പിള്ളേരുണ്ടായിരുന്നു. വേറെ ചെറുപ്പക്കാരായ ആൾക്കാരും ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അതിൽ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ തന്നെയായിരുന്നു. ഇപ്പോൾ എനിക്ക് 52 വയസ്സുണ്ട്. അപ്പോൾ പ്രായത്തിൽ ഞാൻ തന്നെയായിരുന്നു മുമ്പിൽ നിന്നിരുന്നത്. ആ ഒരു സമയത്ത് ഞങ്ങളുടെ മുന്നിലൊരു ലക്ഷ്യം, നാട്ടിൽ നിർദ്ധരായ ഒരു 100 നഴ്സിംഗ് കുട്ടികളെ പഠിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ഫണ്ട് റേസ് ചെയ്യണം. നമ്മളിപ്പം ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഏത് നേരം പോയി ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടിക്കൊണ്ടെന്നുള്ളൊരു ചാരിറ്റി, അത് ഏത് നേരം നമുക്ക് ഒരു ശരിയായ നടപടിയല്ല. നമ്മൾ റിസ്ക് എടുത്ത് നമ്മുടെ അധ്വാനം കൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ടായിരുന്നു. അത് നമ്മൾ ഫ്ലൈറ്റിൽ അവർ കൊണ്ടുവന്ന ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി അങ്ങ് പോയി ചെന്ന് ആ ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ കാല് താഴോട്ടിട്ട് ഇങ്ങനെ ഈ അറ്റത്ത് വന്ന് ഇരുന്നിട്ട് നമ്മളെ തള്ളുക ശരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം തള്ളി താഴോട്ട് വീഴുമ്പം നമുക്കറിയാം ചെറിയൊരു കയ്യാലിൽ താഴോട്ട് പോയാലും നമുക്കറിയാം എന്തൊരു മാത്രം പേടി. അപ്പോൾ അത്രയും ഹൈറ്റിൽ നിന്ന് നമ്മളെ തള്ളി താഴോട്ടിരുന്നു. ആദ്യത്തെ സമയത്ത് ശ്വാസമൊന്നും കിട്ടാതെ കണ്ണൊക്കെ വിളിച്ച് ആകപ്പാടെ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞു. നടന്ന് ആകപ്പാടെ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ സേഫായിട്ട് ലാൻഡ് ചെയ്തു. രണ്ടാമത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഇന്നതാണ് അനുഭവിക്കാൻ പോകുന്നത്, ഇന്നതാണ് നമുക്കറിയാം. പിന്നെ അതിൻ്റെയും എന്താണ് നമ്മൾ ചെയ്യാൻ, എന്താണ് അതിൻ്റെ ഔട്ട്കം, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അത് വിചാരിച്ചപ്പോൾ ഈ ഒരു റിസ്ക് എടുക്കണം. ഞാൻ ഇതുവരെ കേറിയിട്ടില്ല സ്കൈ ഡൈവിംഗ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിലൊക്കെ പേടിയുള്ള വ്യക്തിയാണ്. അപ്പം ഞാൻ അതൊന്നും കേറാത്ത വ്യക്തിയാണ്. അതെ, അത് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു കോഴ്സിന് വേണ്ടിയാണെന്നുള്ളത് ഒരു മനസ്സിൽ വന്നപ്പോൾ ഒരു ധൈര്യം. ഒന്നും ചെയ്തില്ല. ഞാൻ ജിമ്മിൽ പോലും പോകുന്ന വ്യക്തിയല്ലായിരുന്നു. ഇപ്പൊ ഈയിടെയായിട്ട് എനിക്ക് ജിമ്മിൽ പോകാണ്ട്. അതിന് മുമ്പ് ഞാൻ ജിമ്മിൽ പോലും പോകുന്ന വ്യക്തിയല്ല, നടക്കാൻ പോകുന്ന വ്യക്തിയല്ല, അങ്ങനത്തെ ഒരു ഫിസിക്കൽ എക്സസൈസോ അങ്ങനത്തെ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഈ ചാലഞ്ചസ് ഇതുപോലെ വേറെ എന്തൊക്കെയാണ്? പിന്നെ ഞങ്ങൾ ചെയ്തത് ഒരു 4 മൗണ്ടൻ ക്ലൈംബിങ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ അതിന് പ്രായം ചെന്നത് ഞാൻ തന്നെ, ഏറ്റവും പ്രായമുള്ള വ്യക്തി ഞാൻ തന്നെയായിരുന്നു. നല്ല അതെ 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 അതെ. അത് അപ്പം ഞാൻ പറയുള്ളൂ, എൻ്റെ ഒരു മെയിൻ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനോടും പറയുന്നതാണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതാണ് എൻ്റെ മെയിൻ ആ ഒരു ചിന്താഗതി മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് പ്രശ്നങ്ങൾ വന്നാലും നമ്മളൊരു ലേഡിയാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നമുക്ക് പുറകോട്ട് മാറി നിൽക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നമുക്ക് ചെന്ന് കയറാൻ പറ്റാത്ത ഏരിയ ആണെന്നോ, നമ്മളൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ലേഡിയാണ് അതുകൊണ്ട് ഇത് അവിടെ പോകാൻ പാടില്ല, അങ്ങനെയില്ല. എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് സാധിക്കും. അതിനുള്ള ഒരു മൈൻഡ്, ഒരു വിൽ പവർ നമുക്കുണ്ടെങ്കിൽ സാധിക്കും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ യുവർ ലൈഫ്. പൊളിറ്റിക്സിലേക്ക് പറയുകയാണെങ്കിൽ മാം UK ആക്റ്റീവ് ആയിരുന്നു, പൊളിറ്റിക്സ് കോൺഗ്രസിലായിരുന്നു. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്താ ഡിഫറൻസ്? ഇവിടെ കുറച്ചും കൂടെ എന്താ പറയുന്ന നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അവിടെ നമ്മൾ അല്ലാതുള്ള മീറ്റിങ്ങുകൾ അങ്ങനെയുള്ള ജനങ്ങളോടുള്ള ഇടപെടൽ കുറവാണ്. അവിടെ നമുക്ക് അതിന് ആവശ്യമില്ല. UK പോലെ രാജ്യത്ത് നമ്മൾ ജനങ്ങളുമായി ഇടപെട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ പൊളിറ്റിക്സ് ഉണ്ട്. ഇവിടെ നമ്മൾ സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയ്ക്കിലും നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് അവരുടെ കൂടെ നിന്ന് ആണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ക്രൈറ്റീരിയ എന്താണ് പൊളിറ്റിക്സ് ആക്റ്റീവ് പറഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ ഇതുപോലത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും നമ്മൾ അവിടെ ചെയ്യത്തില്ല. അവിടെ അവിടുത്തേതായ ലേബർ പാർട്ടി അങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഉണ്ട് അവിടെയുണ്ട്. അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ മൈക്കിംഗ് വെച്ചുള്ള അനൗൺസ്മെന്റുകളോ കാര്യങ്ങളോ അല്ല, ഒന്നുമില്ല. അവിടെ ഇലക്ഷൻ വന്നാൽ പോലും എന്താ ഒരു ജസ്റ്റ് ഒരു വീട് കയറിയുള്ള ഒരു പ്രചരണം എന്നുള്ളതല്ലാതെ സ്ഥാനാർത്ഥി വന്ന് വീട്ടിൽ വന്ന് നമ്മളെ കാണും അല്ലെങ്കിൽ എന്നുള്ളതല്ല, അതും വളരെ റെയറായിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഈ ലീഫ്ലെറ്റ്സുകൾ ഒരു വീട് ഇന്നയാൾ സ്ഥാനാർത്ഥിയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വരും. അല്ലാതെ ഒരു പ്രചരണമായിട്ടുള്ള ഒരു പരേഡോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റോഡ് ഷോയോ അങ്ങനത്തെ ഒന്നും അതുണ്ട്.
അല്ലാതെ വേറെ ഒന്നും നമുക്കില്ല. അവിടെ യുകെയിലെ പൊളിറ്റിക്സ് ഇവിടുത്തെ പൊളിറ്റിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ബന്ധങ്ങൾ അവിടുത്തെ ബന്ധങ്ങൾ ഇവിടെ മാം രാഹുൽ ഗാന്ധിയായിട്ട് മീറ്റ് ചെയ്തു. അപ്പൊ ആ ഒരു കണക്ഷൻ രാഹുൽ ഗാന്ധിയുമായിട്ട് എനിക്ക് സത്യമായിട്ടും എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്രയും ആൾക്കാരുള്ള UK എനിക്ക് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചെല്ലാനും രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ സാധിച്ചത് എനിക്ക് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് IOC എന്ന് പറയുന്ന ഒരു സംഘടനയാണ് രാഹുൽ ഗാന്ധി അവിടെ UK വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പം അതിനകത്ത് ആ മീറ്റിങ്ങിൽ ഞാനൊരു ഇൻവൈറ്റ് ചെയ്യായിരുന്നു. ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു 15 പേർക്ക് രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ മീറ്റിംഗ് ഒരു സാഹചര്യം കിട്ടി. അപ്പം നിങ്ങൾ ഓർക്കണം, അതിനകത്ത് അവിടെ എത്രയോ ലക്ഷങ്ങൾ ആൾക്കാരാണ് ആ UK എന്ന് പറയുന്ന രാജ്യത്തുള്ളത്. അവിടുന്ന് ഒരു 15 പേർക്ക് സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് അല്ല, പഞ്ചാബികൾ, അങ്ങനെ നോർത്ത് ഇന്ത്യൻസ് എല്ലാം ഉണ്ട്. അതെ, പക്ഷെ അതിനകത്ത് വന്ന മലയാളികൾ എന്ന് പറഞ്ഞാൽ ആകെ 3 പേരാണ്. അതിനകത്ത് ഒരാൾ ഞാനായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഭാഗ്യം കിട്ടി. അവിടെ മീറ്റിംഗിൽ ചെന്നു. രാഹുൽ ഗാന്ധിയുമായിട്ട് ഒരു 10 മിനിറ്റ് നേരം സംസാരിക്കാൻ ഓരോരുത്തർക്കും സമയം ഉണ്ടായിരുന്നു, പേഴ്സണൽ. അങ്ങനെ സംസാരിച്ചു. അപ്പം രാഹുൽ ഗാന്ധി എന്നോട് മെയിനായിട്ട് ചോദിച്ചത് സ്കൈ ഡൈവിങ്ങിന്റെ കാര്യമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് രാഹുൽ ഗാന്ധിക്ക് പേഴ്സണലി സെർച്ച് ചെയ്തതായിട്ട് പറഞ്ഞില്ല, പക്ഷെ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനെപ്പറ്റി ചോദിക്കുകയും അതിന്റെ നമ്മുടെ എന്തെല്ലാം നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഫീലിംഗ് ആയ എക്സ്പീരിയൻസ്, അതെന്താണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള കാഴ്ചയാണ്, എല്ലാവരെയും വിദേശത്തേക്ക് പറഞ്ഞേക്കുവാണ് പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട്. ഒരു തവണ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും തിരിച്ചു വരുന്നില്ല. എല്ലാവരും അവിടെ സെറ്റിൽ ആകുക, കല്യാണം കഴിക്കുക, അവിടെ തന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരുമാതിരി ദത്ത് കൊടുക്കുന്നവർ, പിന്നെ കുട്ടികളെ വേണ്ട എന്ന രീതിയിൽ അങ്ങ് കൊടുക്കും. പിന്നെ തിരിച്ചാണെങ്കിൽ മാതാപിതാക്കളുടെ കാര്യം നോക്കാനാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ മറ്റായിരിക്കും അവരെ ആക്കുന്നത്. അവർക്ക് വേണ്ട പൈസ ഇവിടെ കൊടുക്കും, അവരെയും കൊണ്ടുപോകത്തില്ല അങ്ങോട്ട്. അങ്ങനെ ഈ ബന്ധം തന്നെ അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റി മാമിന് എന്താ പറയാനുള്ളത്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മക്കള് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു കുടുംബത്തില് അപ്പനും അമ്മയും 1-2 മക്കളെ ഉണ്ടായിരിക്കും. അവർക്ക് എല്ലാവർക്കും ഉണ്ട് അവനവന്റെ മക്കള് നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ അവർക്കൊരു ഫാമിലി ലൈഫ് ഉണ്ടാകണം എന്ന് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കും. കാരണം ഇവിടുത്തെ ഈ രാജ്യത്തെ നിയമങ്ങളും ആ ഫെസിലിറ്റീസും നോക്കുമ്പോൾ അവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവർ വിടുന്നത്. വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കേരളത്തില് നമ്മളെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പം ഹൈ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇവർക്ക് വേറൊരു മാർഗമില്ല. അപ്പോൾ അവരുടെ നെക്സ്റ്റ് ഓപ്ഷൻ മക്കളെ ഗൾഫിലേക്ക് വിടുക, അല്ലെങ്കിൽ UK വിടുക, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വിടുക. പക്ഷെ അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാരണം വൺസ് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തി അവിടുത്തെ രീതികളും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായി ഒന്ന് ഒത്ത് ഇണങ്ങി വന്നു കഴിയുമ്പോൾ അവിടുന്ന് ഒരു ആളെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് സെറ്റിൽമെന്റിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വരുന്നു. അതിന് നമുക്ക് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഫാമിലിയെ നോക്കാൻ വേണ്ടി അവരുടെ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കാനും നല്ല രീതിയിലുള്ള ഒരു ജീവിത രീതി കൊടുക്കാനും അവർ മുന്നോട്ട് പോകും. പക്ഷേ കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടപ്പുകളാണെങ്കിലും ഇപ്പൊ ഗവൺമെന്റ് സൈഡിൽ നിന്നൊക്കെ ഒരുപാട് സഹായമുണ്ട്. പക്ഷെ അതൊന്നും കാണാതെ ഇവരൊക്കെ അങ്ങ് പോവുകയാണ്. ഇവിടെയുള്ള സാധ്യതകൾ പലതും ആർക്കും അറിയത്തില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത്. പക്ഷെ അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ യങ് ജനറേഷൻ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്, അവർക്ക് എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാധ്യത, നമ്മൾ ഇവിടുത്തെ സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഒരു 30,000 40,000 രൂപ ജോലി ചെയ്ത് ശമ്പളം കിട്ടിക്കഴിഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ UK ഇപ്പൊ കുറച്ച് സ്ട്രഗിൾ ആണെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നതാണ് ബെറ്റർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് ഇപ്പൊ വിദേശത്ത് നിൽക്കുന്ന പല കുട്ടികളും പറയാറുണ്ട്, നാട് തന്നെ മതിയായിരുന്നു, ഇവിടെ സ്ട്രഗിൾസ് ആണെന്ന് പറയുന്നവരാരും തിരിച്ചു വരുന്നില്ല, അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പൊ അതെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തുകൊണ്ടെങ്കിൽ പിന്നെ അത്ര കഷ്ടപ്പെടാനും തിരിച്ചു വരാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ് അവിടെ. പിന്നെ ക്ലൈമറ്റ്, ഇപ്പം UK തണുപ്പാന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഞാനിപ്പം ചൂടത്ത് വന്നിച്ച് എനിക്ക് നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള പല ഘടകങ്ങളാണ് നമ്മൾ തിരിച്ചു വരാതിരിക്കുന്നതിന്. പക്ഷെ തിരിച്ചു വരാതെ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലി അറ്റാച്ച്മെന്റ്, ആ ഒരു പണ്ടത്തെ ഒരു കൂട്ടുകുടുംബം. അതിപ്പോ ആരുടെയും വീട്ടില് കുട്ടികളില്ല, എല്ലാരും വിദേശത്താണ് പോകുന്നത്. ഒരു 5 വീട് മാറി നോക്കുമ്പോഴത്തേക്ക് അവിടെ ഏതെങ്കിലും ഒരു കുട്ടി വിദേശത്ത് പോയിരിക്കും. ഒരു സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇടുക്കിയിലേക്ക് അല്ലെങ്കിൽ പത്തനംതിട്ട പ്രദേശത്തേക്ക് വീടുകളൊക്കെ അടച്ചിട്ടേക്കുവാണ്. അവിടെ ആരും ഇല്ല, NRI ആണല്ലോ. ഇപ്പൊ മാം UK ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡൈവിങ്, അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ഒക്കെ മാം ഏറ്റെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് വരുവാണ്, ഇവിടെയും ചാരിറ്റി ഒരുപാട് ആവശ്യമാണ്. ഇവിടേക്ക് മാം എന്താ ചെയ്യുന്നത്? ആക്ച്വലി എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അത് എൻ്റെതും എൻ്റെ ചേച്ചി ഡോക്ടറാണ്.
ഗൈനക്കോളജിസ്റ്റാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് പേരൻസിൽ നിന്ന് കിട്ടിയ ഒരു പ്രോപ്പർട്ടിയാണ് ഈ വീട്. അതിനെ ഒരു എന്തെങ്കിലും നല്ലൊരു പർപ്പസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് സാന്ത്വനം എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് ഇതിനെ ഞങ്ങൾ മാറ്റുന്നത്. വീടിനെ ട്രസ്റ്റായിട്ട് മാറ്റി ഞങ്ങളിത് രജിസ്റ്റർ ചെയ്തു. ഇപ്പം ആദ്യം തന്നെ ഞങ്ങൾ ചെയ്തത് ഒരു 100 പേർക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്യുകയാണ്. പിന്നീട് മുന്നോട്ടുള്ള ഭാവിയിൽ ഞങ്ങളുടെ വിചാരം ഇപ്പം ഞങ്ങളുടെ ഈ മരങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ ഈ ഒരു ഓൾഡ് ഏജ് ഹോം, ഇവിടെ ഓൾഡ് ഏജ് ഹോം എന്ന കൺസെപ്റ്റാണ്, പക്ഷെ ഞാൻ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കെയർ ഹോം, അതായത് അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് ലൈഫ് ഉള്ള ഒരു പ്ലേസ്മെന്റ്, അങ്ങനെയുള്ള ഒരു സ്ഥലമാക്കി മാറ്റി അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടമാനം പൈസ മേടിച്ചുകൊണ്ടുള്ള പരിപാടിയല്ല, എങ്കിലും സ്മോൾ ഡൊണേഷൻസ് ഇപ്പം നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പണമുള്ളവർക്കും അത് ചെയ്യാവുന്ന രീതിയിൽ വീട് ഫുള്ളായിട്ട് കൊടുക്കുമ്പോൾ വീടെന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പൊ കുറച്ച് പേരെ ആയിരിക്കുമല്ലോ അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ച് കൂടുതൽ പേര് വരുവാണെങ്കിൽ ഇല്ല, നമുക്ക് കൂടുതൽ പേരെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ അങ്ങനെ പോകുന്നില്ല. നമ്മൾ കുറച്ച് പേർക്ക് ബെറ്റർ സർവീസ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർക്ക് എല്ലാവിധ, നമുക്കിപ്പോൾ UK ഒരു കെയർ ഹോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധ ആക്ടിവിറ്റീസ് ഉണ്ട്, അവർക്ക് ഔട്ടിംഗ് ഉണ്ട്, ഇനി അതുപോലുള്ള എല്ലാ ഫെസിലിറ്റി സ്ഥിരം നമ്മൾ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ അവരൊരിക്കലും ബോറിംഗ് അല്ല. അവരുടെ ലൈഫിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം. അതേപോലൊരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് കീഴിൽ എന്തൊക്കെ ഫ്യൂച്ചറിൽ എനിക്ക് വളരെയധികം പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ട്. പക്ഷേ അതുപോലെ ലിമിറ്റേഷൻസും ഉണ്ട്. ഒന്ന്, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അത് ആ കൺട്രിയിലും ഉണ്ട്, ഈ കൺട്രിയിലും ഉണ്ട്. പക്ഷെ ആ കൺട്രിയിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയാണ്. അതെ, ഈസിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒത്തിരി നൂലാമാലകൾ നമ്മൾ കിടക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു സൈഡ്. രണ്ടാമത്, ഞാൻ അവിടെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു നിന്നുള്ള ആ ഒരു പരിപാടികൾക്ക് സമയമെടുക്കും. അതിന് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ വീടിന്റെയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഒരു ഫാമിലി ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു വീട് പണിത് കൊടുത്ത് താമസിപ്പിച്ചിട്ടുണ്ട്. അവരാണ് ഞങ്ങളുടെ വീടിന്റെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. സ്വന്തം വീട് ഈ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാൻ ആ ഇൻസ്പിറേഷൻ ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും അവരുടെ ഓർമ്മ ഞങ്ങളുടെ ഇനി മുൻ തലമുറകൾക്ക് അറിയണം ഇങ്ങനെ ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നു. അവരുടെ മെമ്മറിക്ക് വേണ്ടി ഇത് കൺവേർട്ട് ചെയ്യണമെന്ന് തോന്നി. UK മാം 3 കെയർ ഹോംസ് ആണ് നടത്തുന്നത്. അപ്പൊ മാം എങ്ങനെ അവിടുത്തെ മലയാളികളുടെ സാന്നിധ്യം, മാമിന്റെ കെയർ ഹോമിലാണെങ്കിലും ജോലി സാധ്യത മലയാളികൾക്കുണ്ടോ? അതുപോലെ UK മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് മലയാളികൾക്ക് അവിടെ ജോലി കിട്ടുന്നത്? ഞങ്ങൾക്കിപ്പം 3 കെയർ ഹോമാണുള്ളത്. അതിൽ 3ാമത്തത് സ്റ്റാർട്ടായില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കൊണ്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ 2 കെയർ ഹോമുമായിട്ട് ഏകദേശം ഞങ്ങൾക്ക് 75-80 സ്റ്റാഫുകൾ ഉണ്ട്. അതിൽ ഞാൻ പറയുവാണെങ്കിൽ 99% മലയാളികളാണ്. അതും നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന കുട്ടികളും എല്ലാം ഉണ്ട്. അത് എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, എങ്കിലും നമ്മളെ കൊണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ സഹായിക്കാം. മലയാളികളൊക്കെ നമ്പർ വിളിച്ചോളുക, ജോലി തരുന്നതായിരിക്കും. അങ്ങനെ എല്ലാവർക്കും പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെ പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ഉപകാരമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പേഷ്യൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ എങ്ങനെ മലയാളികളാണോ അതോ വിദേശികളാണോ? അല്ല, ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിൽ എല്ലാം തന്നെ വിദേശികൾ, നമ്മുടെ ഇംഗ്ലീഷ് പേഷ്യൻസ് ആണ്. പിന്നെ ഇപ്പോഴത്തെ സമയങ്ങളിൽ ഇനിയിപ്പം ജനറേഷൻ മുന്നോട്ട് പോകുമ്പോൾ മലയാളികളും മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങൾ തമാശയ്ക്ക് പോലും ഞങ്ങൾ പറയാറുണ്ട്, ഇനി ഒരു കെയർ ഹോം തുടങ്ങുവാണെങ്കിൽ അത് മലയാളികൾക്ക് വേണ്ടി തുടങ്ങണം. അതിന് മോൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അവിടെ നമ്മുടെ കേരള ഫുഡ് മലയാളീസ്, അതെ, അതുപോലെ മലയാളം പാട്ടുകൾ, പഴയ പാട്ടുകളൊക്കെ ഇട്ട് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ വേണമെങ്കിൽ വരാം, ഫ്യൂച്ചറിൽ ഉണ്ടാകാം. കാരണം മക്കളെല്ലാവരും ജോലിക്ക് പോകുന്നത്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ സമയം കഴിഞ്ഞ് ഒരു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും മക്കളെല്ലാം ജോലിക്ക് പോകുന്നവരാണ്. ഞങ്ങളെ ഇതുപോലെ ഞങ്ങളും ചിലപ്പോൾ ഡിമെൻഷ്യയൊക്കെ ബാധിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളെ നോക്കാൻ സ്വന്തം കെയർ ഹോമിലായിരിക്കും ചിലപ്പോൾ വന്ന് കിടക്കേണ്ട വരുന്നത്. അതിനകത്ത് നമുക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ, യാതൊരു കുഴപ്പമില്ല. മലയാളികൾക്ക് വേണ്ടി ഒരു കെയർ ഹോം മിക്കവാറും. അതെ. പിന്നെ മാമിന്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾ ആക്ച്വലി എൻ്റെ തന്നെ ചെറുപ്പത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡാഡിക്കും മമ്മിക്കും ഞങ്ങൾ 4 പെൺപിള്ളേരായിരുന്നു. അതിനകത്ത് ഒരാൾ ബസ് ആക്സിഡന്റിൽ മരിച്ചു. പിന്നെ അത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു ബസ് ആക്സിഡന്റിൽ മരിക്കുകയായിരുന്നു.
പിന്നെ ഞങ്ങൾ 3 പെൺപിള്ളേർ. മൂത്ത ചേച്ചി ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് അവിടെ ഗൈനക്കോളജിസ്റ്റാണ്. അവിടെ സ്വന്തമായിട്ട് അതെ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ നടത്തുന്നു. ഈ പറഞ്ഞ പുള്ളിക്കാരി ഒരു മൾട്ടി ടാലന്റഡ് വ്യക്തിയാണ്. ഗൈനക്കോളജി വിഭാഗത്തിൽ വളരെ ബിസി ആയിട്ടുള്ള ഡോക്ടറാണെങ്കിൽ പുള്ളിക്കാരി പ്രാണ എന്ന് പറയുന്ന സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ വീടിനോട് ചേർന്ന് തന്നെ സ്വന്തമായിട്ടൊരു നല്ലൊരു ഹോസ്പിറ്റൽ നടത്തുകയാണ്. അതും ഡിഫറെന്റ് എന്താ പറയുന്ന ഒരു വേ ഓഫ് ആണ്. അതെ, ഒരു നമ്മളിപ്പോൾ പണ്ട് വിദ്യാഭ്യാസം ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഡെലിവറിയിൽ ഫോറിൻ ഡെലിവറി മെത്തേഡിനെ അതേ രീതിയിലേക്ക് പോയിക്കൊണ്ട് പ്രസവ സമയത്ത് ഹസ്ബൻഡോ ഒക്കെ അവിടെ പ്രസന്റ് ആകാം, അവർക്ക് അവിടെ താമസിക്കാം, ഫാമിലിക്ക് അവിടെ താമസിക്കാം, അവർക്ക് വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പ്രസവ ശേഷം അതിന് ആയുർവേദ ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ പുള്ളിക്കാരി ഒരു കലാകാരിയും കൂടിയാണ്, ഡാൻസുകാരിയാണ്, മോളു ഡാൻസുകാരിയാണ്. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അതാ ഞാൻ പറഞ്ഞ ഒരു മൾട്ടി ടാലന്റഡ് വ്യക്തിത്വമാണ് ചേച്ചി. അപ്പൊ പുള്ളിക്കാരി ഇരിങ്ങാലക്കുടയിൽ, പുള്ളിക്കാരിക്ക് എൻ്റെ ഹസ്ബൻഡ് അവിടെ പെരിഞ്ഞിറം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. മക്കൾ 2 പേരാണ് അവർക്കുള്ളത്, 2 പേരും ഡോക്ടേഴ്സാണ്. മൂത്ത മോന് UK ഞാൻ 2ാമത്തെ ആളാണ്. എൻ്റെ 2 പിള്ളേർ UK മൂത്തവൻ കല്യാണം കഴിച്ചു. അവൻ ആക്ച്വലി മൂത്ത മോന് ഡബിൾ ഡിഗ്രിയാണ് എഞ്ചിനീയറിംഗിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. അപ്പം അവിടെയായിരുന്നു. അപ്പം ആദ്യമേ ജോലി ചെയ്തിരുന്നു റേഞ്ച് റോവറിന്റെ ടെസ്റ്റിംഗ് എഞ്ചിനീയർ ആയിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞേച്ച് ജോലി വിട്ടേച്ചാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. അവന് മെയിനായിട്ട് നോക്കുന്നത് ടിഫിൻ ബോക്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ് നോക്കുന്നത്. അതായത് ദുബായിലുണ്ട്, ഷാർജയിലുണ്ട്, UK ഇപ്പം 450 പേരുടെ സിറ്റിംഗ് ഉള്ള വലിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വളരെ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തതാണ്. പിന്നെ നേഴ്സിംഗ് ഹോമിൻ്റെ ഡയറക്ടറാണ് അവന്. ഇപ്പം നേഴ്സിംഗ് ഹോമിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോൻ്റെ വൈഫ് അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മൈക്രോബയോളജിസ്റ്റാണ്. ഇളയാള് പഠിക്കുന്നു, ഫൈനൽ ഇയർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അവനൊരു മ്യൂസീഷ്യൻ കൂടിയാണ്. അവന് റാപ്പ് മ്യൂസിക് എഴുതുകയും പഠിക്കുകയും പാടുകയും റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അവൻ റീസെൻ്റ്ലി ഒരു മ്യൂസിക് നമ്മുടെ ജാസി ഗിഫ്റ്റുമായി പാടി. അങ്ങനെ അവൻ്റെ അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ തന്നെ. പിന്നെ എൻ്റെ 3ാമത്തെ സിസ്റ്ററും ഫാമിലിയും അവരും UK എല്ലാവരും UK തന്നെയുണ്ട്. അതെ അതെ അതെ, ഒരു സിസ്റ്റർ മാത്രം ഇപ്പം ഇവിടെ ഇരിങ്ങാലക്കുടയിൽ, ബാക്കി ഞങ്ങൾ 2 പേരും അവിടെ തന്നെയാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഷൈനു മാമിൽ നിന്ന് അറിഞ്ഞത്. അപ്പൊ എന്തായാലും UK പോലെ തന്നെ നമ്മുടെ നാട്ടിലും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മാം ഇനി അങ്ങോട്ട് സജീവമായിരിക്കും. ഇവിടെ കോട്ടയം അയർക്കുന്നത്ത് ഇനിയും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ മാമിന് ചെയ്യാൻ പറ്റട്ടെ. സാന്ത്വനം ഒരു വൻ വിജയമായി തീരട്ടെ. എല്ലാവരും